ഹായ്, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് ഇന്ന് ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനം, വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. 1973 യുനെസ്കോ ഐക്യരാഷ്ട്രസഭ ഈ ഭാഷ 6 ഭാഷകളിൽ ഒന്നായിട്ട്, അതായത് യുനെസ്കോയുടെ 6 ഭാഷകളിൽ, ഔദ്യോഗിക ഭാഷകളിൽപ്പെട്ട 6 ഭാഷകളിൽ ഒന്നായിട്ട് അറബിയെ ആക്കി ഡിസംബർ 18. അപ്പൊ അതിൽ 2010 ശേഷം ഇന്ന് ലോകത്തെല്ലാവരും ഡിസംബർ 18 അറബി ഭാഷാ ദിനമായിട്ട് പറയാം. അപ്പൊ ഇന്ന് നമുക്കറിയാം 2024 ഡിസംബർ 18. അപ്പൊ അറബി ഭാഷയെ പറ്റി അല്പം സംസാരിക്കാമെന്ന് കരുതി. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് പുരാതനമായിട്ടുള്ള പ്രാചീന ഒരു പൈതൃകമുള്ള ഭാഷയാണ് എന്നാണ് പറയപ്പെടുന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. ഏകദേശം 26ഓളം 28 എന്നും പറയപ്പെടുന്നു രാജ്യങ്ങളിൽ അറബി മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറബിയുടെ മറ്റൊരു പ്രത്യേകത, ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, അതായത് 26 കോടി ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അറബി ഭാഷ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ 2ാം ഭാഷയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ല. അപ്പൊ അത്രയ്ക്ക് മഹത്വമുള്ള അറബി ഭാഷയുടെ ദിനാചരണമാണ് ഇന്ന്. അപ്പോൾ അറബി ഭാഷയെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ, അതായത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൈവദൂതനായി വന്നതിന് ശേഷം ഖുർആനിന്റെ ഭാഷയായിട്ട് വരികയും ജനങ്ങളെ നന്മയിലേക്ക് നയിച്ച, അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു ഭാഷയാണിത്. അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ പഠിക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറബി നിർബന്ധമായിട്ടും അറിയേണ്ടി വരും. അപ്പോൾ ലോകത്ത് തന്നെ ഇസ്ലാമിന്റെ ഒരു വെളിച്ചം പാകിയിട്ടുള്ള ഒരു ഭാഷ എന്നുള്ളവർക്കും ഏറ്റവും കൂടുതൽ പ്രത്യേകതയുണ്ട്. പക്ഷെ ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല ലോകത്ത് ഉപയോഗിക്കുന്നത്, ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഔദ്യോഗികമായിട്ട് എല്ലാ മതക്കാരും ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, സാംസ്കാരിക അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഒക്കെ അറിയപ്പെട്ട ഭാഷ തന്നെയാണ് അറബി എന്നുള്ളത്. പിന്നെ കേരളവുമായി ബന്ധപ്പെടുത്തി നമ്മളിത് പഠിക്കുമ്പോൾ കേരളത്തിലേക്ക് അറബി ഭാഷയുടെ പ്രചാരം പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ തന്നെ മാലിക് ദീനാറും കൂട്ടരും നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാറ്റം, നമ്മുടെ മലയാളത്തിലേക്ക് ഏകദേശം 4000ഓളം പദങ്ങൾ അറബി ഭാഷയിൽ നിന്ന് കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. വക്കീൽ അല്ലെ, നമുക്കറിയാം വക്കീൽ നമ്മളെപ്പോൾ ഉപയോഗിക്കുന്ന, ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, മുൻഷിഫ്, കോടതി, ഇങ്ങനെ ഒരുപാട് കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഒരുപാട് അറബി ഭാഷ കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അറബി മാറ്റിയിട്ടുണ്ട്. അറബികൾ വന്നപ്പോൾ അവരുടെ സ്വഭാവം കണ്ടിട്ട്, അവരുടെ ഐത്തമില്ലായ്മ, അവരുടെ തീണ്ടലില്ലായ്മയൊക്കെ പറയില്ലേ, അങ്ങനെ അറബികളുടെ സ്വഭാവം കണ്ടിട്ട് ഇവിടുത്തെ ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറബികൾക്ക് ഇവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊടുത്ത കഥ പോലൊക്കെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ അറബി ഭാഷയും അന്നത്തെ വാണിജ്യപരമാണെങ്കിലും ആ ഭാഷയിലും നമ്മളും മലയാളവും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഷകളും ഒക്കെ തമ്മിൽ വലിയ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. കേരളത്തിൽ ഇന്ന് 12 ലക്ഷത്തിലധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറബി പഠിക്കുന്നുണ്ട്. 150-ൽ പരം കോളേജുകളിൽ അറബി ഇന്ന് വ്യാപിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 5 യൂണിവേഴ്സിറ്റികളിൽ അറബി പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ഭാഷ, ഒരുപാട് സാധ്യതകൾ ലോകത്ത്, ട്രാൻസ്ലേഷൻ പോലെ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെ ജോലികളിൽ ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ അറബി ഭാഷയുടെ പ്രത്യേകത നമുക്കറിയാൻ പറ്റും. യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഒക്കെ ഇന്ന് അറബി കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ ലോകത്ത് ഇന്ന്, ഇന്റർനെറ്റിന്റെ സ്ഥാനം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഷ 4ാം സ്ഥാനത്ത് ഇന്ന് ലോകത്ത് ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ, അറബി ഭാഷ. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാം സ്ഥാനം ആണ് ആളുകൾ ഉപയോഗിക്കുന്നതിൽ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ 4ാം സ്ഥാനത്ത് അറബി ഭാഷയുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഭാഷയുടെ അനന്തമായിട്ടുള്ള, ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അവിടെ നിന്ന് അറബിൻ രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിച്ച ആളുകളാണ് ഇന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ ഒരു ഇത്രയും വലിയ, എന്താ പറയാ, സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ UN അംഗീകരിച്ച 6 ഭാഷകളുണ്ട്. ആ 6 ഭാഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത്. ആ ഭാഷ ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിൽ സ്പീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഈ 6 ഭാഷകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഷയായിട്ട് ഇന്ന് ലോകം അറിയപ്പെട്ട ഒന്നാണ് ഭാഷ. മറ്റു ഭാഷകളൊക്കെ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
മറ്റു ഭാഷകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ പുരാതനമായിട്ടുള്ള ഭാഷയാണ്. പക്ഷെ മറ്റു ഭാഷകൾക്ക് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ടെങ്കിലും അറബി ഭാഷയിൽ നമുക്ക് ചേഞ്ചുകളൊന്നും വന്നതായിട്ട് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന അക്ഷരങ്ങൾ തന്നെയാണ് അക്ഷരത്തിന്റെ ലിപി. പിന്നെ അതിന്റെ എഴുത്ത് ഞാൻ പറയാൻ പറ്റുമോ? എഴുത്ത് എല്ലാ ഭാഷകളും ഇടത്തു നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ അറബി ഭാഷ മാത്രം വലതു ഭാഗത്തു നിന്നാണ്. പിന്നെ അതിന്റെ എഴുത്തിന്റെ ഒരു ചിത്ര രൂപത്തിലാണ് അതിന്റെ അക്ഷരങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, വളരെ കുറഞ്ഞ സമയം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അറബി ഭാഷ എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഭാഷയാണ്. അതിൽ അനന്ത സാധ്യതകളാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്നുള്ള നിലക്ക്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഭാഷയാണ് എന്ന് തിരിച്ചറിയുക. അപ്പൊ ഒരിക്കലും എന്താ പറയാ, ഈ ഭാഷയെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു വിഭാഗത്തിന്റെ ഭാഷ മാത്രമല്ല, ഇത് ലോകം അംഗീകരിച്ച ആളുകൾ. ഇപ്പോ ഈജിപ്ത് പോലെയുള്ള, അതുപോലെ തന്നെ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ രണ്ടാം ഭാഷയായിട്ട്, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ രണ്ടാം ഭാഷയായിട്ട് ഇത് ഉപയോഗിക്കുന്നതിൽ കൂടി നമ്മൾ തിരിച്ചറിയുക. ഇതിന്റെ അനന്ത സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനോട് എന്ത് ചെയ്യണം? അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രചാരകരാവുക, ഇതിനെ സ്നേഹിക്കുക, ഇതിനെ വളർത്തുക. ഒരിക്കൽ കൂടെ അറബി ഭാഷാ ദിനം, ലോക അറബി ഭാഷാ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.